Hi guys, Samsung Galaxy Watch 4 പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കോൾ മീ ഷസാമിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വാച്ചിൽ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ല. ഇപ്പം ഞാൻ കാണിച്ചുതരാം. നമുക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് BP മോണിറ്ററിങ്ങും ആൻഡ് ECG മോണിറ്ററിങ്ങും ഇപ്പോൾ വാച്ചിൽ കിട്ടുന്നുണ്ട്. മോസ്റ്റ് അവൈറ്റഡ് അപ്ഡേറ്റ് ആണത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സാംസങ് ഗാലക്സി വാച്ച് 4 ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഐക്കൺ കാണാൻ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഐക്കൺ. ഇതാണ് നമ്മുടെ ECGയും BPയും ചെക്ക് ചെയ്യണ ഇത് മീൻസ് ആപ്ലിക്കേഷൻ. അപ്പോൾ വൈൽ യൂസിങ് ദിസ് ആപ്പ് നമുക്ക് ഇവിടെ ബ്ലഡ് പ്രഷർ ആൻഡ് ECG കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആദ്യം നമുക്ക് വാച്ചിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ECGയുടെ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഗാലക്സി സ്റ്റോർ ഓപ്പൺ ആവും. ഗാലക്സി സ്റ്റോർ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രൈവസി നോട്ട് എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. അപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയാം. സാംസങ് ഹെൽത്ത് മോണിറ്റർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ യു ക്യാൻ ഓട്ടോമാറ്റിക്കലി ഷെയർ ഓക്കെ സാംസങ് ഹെൽത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഇത് ഓപ്ഷണലാണ്. ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, എല്ലാം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ പെർമിഷൻ എല്ലാം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് ഫില്ല് ചെയ്യണം. നമുക്ക് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ജെൻഡറൊക്കെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്യട്ടെ. ഇവിടെ ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇവിടെ കണ്ടിന്യൂ കൊടുക്കട്ടെ. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം സാംസങ് ഹെൽത്ത് മോണിറ്റർ ടു സെൻഡ് യു നോട്ടിഫിക്കേഷൻ എല്ലാം കൊടുക്കുക. ന്യൂ അപ്ഡേറ്റ് അവൈലബിൾ സാംസങ് ഹെൽത്ത് മോണിറ്റർ ഓൺ യുവർ വാച്ച് നീഡ് ടു ബി അപ്ഡേറ്റഡ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമുക്ക് ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, ഇത് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വാച്ചിലത്തെ ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ടേൺ ഓൺ വൈഫൈ ഓൺ യുവർ വാച്ച് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്പ് ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ വൈഫൈ ഒന്ന് ഓൺ ആക്കട്ടെ. വൈഫൈ ഓൺ ആണ്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ടു ഡൗൺലോഡ് ദിസ് ആപ്പ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡായി കിട്ടട്ടെ. ആ ആപ്ലിക്കേഷൻ നമ്മുടെ വാച്ചിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബാക്ക് പോവുക. ഇവിടെ പോയിട്ട് നമ്മുടെ ECG മോണിറ്ററിങ് ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കയ്യിലൊന്ന് കെട്ടട്ടെ. അത് കയ്യിൽ കെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ECGയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓൺ യുവർ ഫോൺ. അപ്പോൾ കണ്ടിന്യൂ ഓൺ യുവർ ഫോൺ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ സാംസങ് ഹെൽത്ത് മോണിറ്റർ വിൽ നോട്ട് ലോങ്ങർ സപ്പോർട്ട്. ഓക്കെ, അത് റീഡ് ചെയ്യുക. താങ്ക് യു കൊടുക്കുക. ബാക്ക് പോവുക. ഇംപ്രൂവ് സെക്യൂരിറ്റി വിത്ത് ലോക്ക് സ്ക്രീന് നോട്ട് നോ കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഡൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ECG ഒന്ന് എടുക്കട്ടെ. ഓക്കെ കൊടുക്കുക. ഇവിടെ ഫിംഗറൊന്നും ഇവിടെ വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ECG ചെക്ക് ചെയ്യണതാണ് ഇങ്ങനെ. ഓക്കെ, എൻ്റെ ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് വീഡിയോ ഉണ്ടാക്കേണ്ട കാരണം. പിന്നെ BP ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ BP ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു BP മോണിറ്റർ ഉണ്ടായിരിക്കണം വീട്ടിൽ. മീൻസ് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നിങ്ങൾക്ക് BP മോണിറ്റർ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഇൻ പ്രോഗ്രസ്. ഓക്കെ, ഇൻകൺക്ലൂസീവ്. ഇത് ഹാർട്ട് റേറ്റ് കൂടിയിട്ടാണ്, അതുകൊണ്ടാണ് വീഡിയോ ഉണ്ടാക്കേണ്ട കാരണം. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. അതേമാതിരി BP ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു BP മോണിറ്റർ വേണം. അതായിട്ട് കാലിബ്രേറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് BP നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുമാതിരി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.